അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്ര ദിവസം ഞാൻ വരാതിരുന്നത് എനിക്ക് എന്ത് ചാനലെടുക്കാനൊന്നും ഒരു അറിവും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചു നമുക്ക് ഖുർആൻ പാരായണം ചൊല്ലിയാലോന്ന്. അങ്ങനെ ഖുർആനത്തെ സൂറത്തുകളൊക്കെ മദ്രസ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അതിനുള്ളൊരു ഇതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് സൂറത്ത് പഠിക്കാം. ഇത് 2ാം ക്ലാസ്സിലത്തെ കുട്ടികളെ ഖുർആനിലാണ് ഞാൻ ഓതുന്നത്. ഞാൻ 4ലാണ്. എൻ്റെ വയസ്സ് 9ലേക്ക് കടക്കാനായിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇപ്പോൾ 8 വയസ്സാണ്. ഇപ്പം ഞാൻ 4ലാണ്. നമുക്ക് ഇത് നമ്മൾ 2ാം ക്ലാസ്സിലുണ്ടായ ഖുർആൻ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഖുർആനൊക്കെ നമ്മൾ ആദ്യ സൂറത്ത് കാണുമ്പോൾ ഉണ്ടാവണത് നമുക്ക് ആദ്യം ആണ്ട് ഓതി തീർക്കാം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ബിസ്മി അല്ല ചൊല്ലേണ്ടത്, ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ് ചൊല്ലേണ്ടത്. കാര്യം ചൊല്ലിയിട്ട് ബിസ്മിയും ഔദിലൊക്കെ ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താ കാരണം? എത്ര വരിയുണ്ട്? 4 വരിയുള്ളൂ. ഇത് നമുക്ക് ചെല്ലാൻ സിമ്പിളാണ്. ആദ്യം എല്ലാവരും ഇത് പഠിച്ചേക്കണം കേട്ടോ. എല്ലാവരും ഇത് പഠിച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇവിടെ പോകാം. സൂറത്തുൽ ഫലക്കിലേക്ക്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊസു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഹാസിദിൻ ഇദാ വഖബ വമിൻ ശർരി നാഫാസാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അപ്പം നമ്മൾ അതും ഒരു 5 ആയത്താണ് നോക്കിയത്. 5. ഇത് 4ഉം ഇത് 5ഉം ഇത് 6ആണ്. ഏത്? നാസ്. സൂറത്തുൽ നാസ് 6ആണ്. അപ്പം എങ്ങനെയാണ്? ആദ്യത്തേത് 4, പിന്നെ 5, പിന്നെ 6. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? സൂറത്തുൽ നാസ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من جنة والناس. നമ്മൾ ഈ 3 സൂറത്തൊന്ന് ചൊല്ലി നോക്കി. ഈ വീഡിയോ കാണുന്നവരൊക്കെ കുട്ടികൾക്ക്, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊന്ന് പഠിപ്പിച്ചു കൊടുത്തോക്കെ എങ്ങനെ ഉണ്ടാവും? 1ാം ക്ലാസ്സിലെ കുട്ടികളൊന്ന് നോക്കി നോക്കേ. ഒന്നും പഠിക്കൂല, അത് പോട്ടെ. 2ത്തെ കുട്ടികളോ? 2ത്തെ ചേർന്ന പാഠം അത് പഠിപ്പിക്കുന്നത് നല്ല. അപ്പൊ അതൊന്ന് പഠിപ്പിച്ചു നല്ല സുഖം. ഏതിലും നമുക്ക് മാർക്ക് പരീക്ഷയ്ക്ക് മാർക്ക് എല്ലാം പഠിക്കണ കുട്ടി. അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ മദ്രസത്തെ സൂറത്തൊന്ന് പഠിച്ചേക്കണം. എന്നിട്ട് നമ്മൾ യാസീൻ വൽ ഖുർആനുൽ ഹകീം അത് മുഴുവനും പഠിച്ചേക്കണം. ഓക്കെ, അതൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിച്ചു വെക്കും. ഇപ്പം ഞാൻ 4ലേക്ക് ജയിച്ച് കുറേ വ്യത്യാസം. അപ്പോൾ എല്ലാവരും ഈ ഒരു 2ാം ക്ലാസ്സിലത്തെ മാത്രമല്ല എല്ലാ ഖുർആനും ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, നമുക്ക് നല്ല കാര്യങ്ങൾ പഠിച്ചാലോ. മദ്രസയിൽ പഠിപ്പിക്കുന്നതാണ് ചില ആൾക്കാരെ പഠിപ്പിക്കും. ചില ആൾക്കാരല്ല, ചില ഉസ്താദുമാരല്ല. ഒരു 3-4 എത്തിക്കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉപ്പ അല്ലെങ്കിൽ ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട. അല്ല, ഉപ്പയില്ലെങ്കിലും ഉമ്മ വേണം. ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും
അകത്ത് കയറി വരുമ്പോൾ നമ്മളൊരു കസാരയിൽ അവിടെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. കസാരയിൽ ഇരിക്കുമ്പോൾ അവർ നമ്മളോട് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞു. കാരണം നമ്മൾ അവരെ കണ്ടിട്ടില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ചെന്ത് പറയണം? അലൈക്കും മുസ്സലാം. അല്ലെങ്കിൽ ഇപ്പോൾ അവർ കയറി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കസാരമെന്ന് എണീച്ചിട്ട് അസ്സലാമു അലൈക്കും വലൈക്കും മുസ്സലാം തിരിച്ചു പറയണം. എന്തായാലും പറയണം. നമ്മളും പറയണം, അവരും പറയണം. നമ്മൾ അസ്സലാമു അലൈക്കും പറയണം, അവരും അതും പറയണം. അങ്ങനെ പിന്നെ അവരുടെ കയറി വന്നതിലേക്ക് നമ്മൾ ആ കസാരയിൽ ഇരുന്ന് അന്തം വിട്ടിട്ട് അവിടെ നിന്ന് എണീച്ച് കൊടുത്ത് അവരവിടെ ഇരുത്താം. കാരണം അതാണ് നല്ല സ്വഭാവം. അത് വേറെ ആരാണെങ്കിലും, ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഉമ്മമ്മയാണെങ്കിലും അല്ലെങ്കിൽ വിരുന്നുകാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഉപ്പാൻ്റെ ഫ്രണ്ടോ ഉമ്മാൻ്റെ ഫ്രണ്ടോ ആരാണെങ്കിലും വിടില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇനി സ്കൂളിലത്തെ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കുട്ടികളങ്ങനെയൊക്കെ ചെയ്യും. സ്കൂളിൽ തെറ്റുക, മുണ്ടുക, കറുത്ത, അങ്ങനെ നിറത്തിന് വ്യത്യാസം പറഞ്ഞ് കളിയാക്കുക, അങ്ങനെ പല തരത്തിലുണ്ടാവും. ആദ്യം നമ്മൾ തെറ്റലും മുണ്ടലൊന്നും ഒഴിവാക്കുക. പക്ഷെ ചിലവർ തെറ്റുന്നത് എങ്ങനെ എഴുതും? ഞാൻ മുസ്ലിമാണ്, നീ ഹിന്ദുവാണ്, നീനെച്ചാൽ മുണ്ടൂല, അങ്ങനെ പറയരുത്. കാരണം ഹിന്ദു മുസ്ലിമും ഒരേതാണ്. എല്ലാവരും മനുഷ്യരാണ്. ഇത് രണ്ട് വ്യത്യാസമൊന്നുമല്ല. എല്ലാവരും മനുഷ്യരാണ്. അതേമാതിരി തന്നെ ഒരാൾക്ക് തെറ്റാണ് ഉണ്ടോ ഒന്നും ചെയ്തു. പിന്നെ നമ്മളെ മുഖം കറുപ്പാണോ വെളുപ്പാണോ ഒന്നും നോക്കാതെയാണ് നമ്മൾ മുണ്ടലും തെറ്റുന്നത്. അങ്ങനെ കളിയാക്കാൻ പാടില്ല. പിന്നെ ഒരു കളിക്ക് ആൾക്കാരെ വിളിക്കുമ്പോൾ, കുട്ടികളെ വിളിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിലവരോട് പറയും കറുത്തവരെ കൂട്ടില്ല വെളുത്തവരെ കൂട്ടുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവർ നരകത്തിലാണ് പോയി കിടക്കേണ്ടത്. നരകം എന്ന് പറഞ്ഞാൽ തീയുള്ള ഒരു സ്ഥലമാണ്. പാമ്പും തീയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ എന്തൊക്കെയായിരിക്കും നല്ല കാര്യങ്ങൾ? മരിബായ നമ്മൾ ഖുർആൻ ഓതിരിക്കണം. ഖുർആനും ടീച്ചർ തന്ന ഹോംവർക്കും മദ്രസയിലെ ഉസ്താദ് തന്ന ഹോംവർക്കൊക്കെ ചെയ്ത് തീർത്ത് നാളെ മദ്രസയ്ക്ക് പോകുമ്പോൾ ഉസ്താദ് ടിക്കറ്റ് തരും. എന്നിട്ട് വീണ്ടും ഹോംവർക്ക് തരും. അതേമാതിരി സ്കൂൾക്ക് പോകുമ്പോൾ ടിക്കറ്റ് തരും. അതേമാതിരി വീണ്ടും ഹോംവർക്ക് തരും. പിന്നെ അതേമാതിരി നിങ്ങൾക്ക് സ്കൂൾക്ക് തിന്നാൻ സമയമില്ലേ? എങ്ങനെയാണ്? ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് തിന്നാം, വെള്ളം നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുടിക്കാം, ഉച്ചക്ക് നിങ്ങൾക്ക് തിന്നാം, അങ്ങനെ പലതരം ടൈമിൽ തിന്നാം. പക്ഷെ പഠിപ്പിക്കുമ്പോൾ തിന്നരുത്. അതാണ് ഏറ്റവും ചീത്ത കുട്ടി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതേമാതിരി ഉസ്താദും ടീച്ചറും പഠിപ്പിച്ച് തരുമ്പോൾ അതൊന്നും എഴുതാതിരുന്ന് ടീച്ചറെ കളിയാക്കുക, ഉസ്താദെ കളിയാക്കുക, അതൊന്നും ചെയ്യരുത്. അതൊക്കെ വളരെ മോശക്കാരിയാണ്. പിന്നെ അതേപോലെ നമ്മൾ ബാഗിൽ ഖുർആൻ ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ എടുത്തുള്ള ഫ്രണ്ട് അത് ഈ ബാഗ് രസമില്ല പറഞ്ഞിട്ട് ഉന്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഖുർആൻ വീണു. അതിന് നമ്മളൊരു ഉമ്മ കൊടുക്കണം. അപ്പം അതിന് അറിയാതെ വീണിച്ചതിൽ ഉമ്മ കൊടുക്കണം. അങ്ങനെയാണ് ഖുർആനെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞ അള്ളാൻ്റെ ഒന്നാണ്. ഇതിൽ അള്ളാൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ അറബിയിൽ എഴുതിയിട്ട് നമ്മളിങ്ങനെ കാണാതെ പഠിക്കേണ്ട ഓരോ കാര്യങ്ങളാണ്. പിന്നെ 5 നേരം നിസ്കാരം ഉണ്ടല്ലോ നമുക്ക്, അതൊക്കെ നമ്മളൊന്ന് നിസ്കരിച്ച് നല്ല കുട്ടികളാവുക. നിങ്ങൾ സുബഹി നിസ്കരിക്കാറുണ്ടോ? ഇനി ഇല്ലാത്തവരില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം കുഴപ്പമുണ്ട്. ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ട് വിഷമിക്കാൻ വേണ്ടിയിട്ടെന്നല്ല പറയുന്നത്. സുബഹി നിസ്കരിക്കണം. സുബഹി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ ബാത്റൂമിലേക്ക് പോയി വരുമ്പോൾ നിങ്ങൾ കെടുക്കാൻ നിൽക്കുന്ന സമയത്ത് അവരൊന്നും പറയേണ്ട ആവശ്യമില്ല. അറബിയിൽ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മയില്ല, ഞാൻ മലയാളത്തിൽ പറയാം. മിനന്നോ അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട്. അപ്പം എനിക്കത് ഓർമ്മയില്ലാത്ത കാരണം ഞാൻ മലയാളം പറയാം. ഉറക്കത്തിനേക്കാൾ നല്ലത് നിസ്കാരമാണ്. അത് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ബാത്റൂമിൽ പോയി വരുമ്പോൾ കെടുക്കാൻ നിൽക്കുമ്പോൾ ഉറക്കത്തിനേക്കാൾ നല്ലത് നിസ്കാരമാണെന്ന്. ഞാൻ ഉമ്മച്ചിൻ്റെ ഒതു കൊടുക്കണം പോയിട്ട് ഞാനും ഒപ്പം പോയി ഒതു കൊടുത്ത് മറച്ച് നിസ്കരിക്കും. മറച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യും നമ്മളെ മുഖം ഇവിടെ കയ്യ് കാലിൻ്റെ ഇവിടെ ഒന്നും മുട്ട് വരെ
എവിടേക്ക് വരെ ഇതാ ഇതുവരെ കണ്ട കുഴപ്പമില്ല. കാരണം ഇതുവരെ കണ്ട കുഴപ്പമില്ല. ബാക്കിയൊക്കെ നമ്മൾ മരിക്കണം എന്നാണ് അർത്ഥം. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ തന്നെ അവിടുന്ന് വരെ നിസ്കരിക്കണം, നല്ലതാണ്. ഇനിയിപ്പോൾ വിചാരിച്ച നിങ്ങളൊരു കുട്ടികളാണ്, നിങ്ങൾക്ക് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, നിസ്കാരമൊന്നും പഠിച്ചിട്ടില്ല. എടുത്ത് ആര് നിൽക്കണ്ടേ? നിങ്ങളപ്പം ഉപ്പേ ഉമ്മ നിൽക്കുന്നുണ്ട്. ഉമ്മ ആരെങ്കിലും ആവട്ടെ, ഉമ്മ നിൽക്കുന്നുണ്ട്. ഞാനാണ് പറയുന്നത്. ഉമ്മ നിൽക്കുന്നുണ്ട്. ഉമ്മ ചെയ്യണ പോലെ ഇങ്ങനെ ആക്കുക. ഉമ്മ നമ്മൾ കുമ്പിടുക, നേരെ ഇതാക്കുക, അതേമാതിരി ചെയ്ത് ഒന്നും ചൊല്ലാതെ അത് നരകത്തിൽ കൂടൂല. എന്താ കുട്ടീനെ നരകത്തിൽ ഇടാൻ കാരണം? നരകത്തിൽ ഇടാതിരിക്കാൻ കാരണം ആ കുട്ടി 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവിടെ നിസ്കാരം തെറ്റായാലും കുഴപ്പമില്ല, അപ്പോൾ അവിടെ നരകത്തിൽ കൂടൂല. അങ്ങനെയാണ്. പിന്നെ അത് പോട്ടെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാം. അടുത്ത് എന്തൊക്കെയാണുള്ളതായിരിക്കും? അടുത്ത പലതരം നല്ല കാര്യങ്ങൾ ഇനിയുണ്ട്. അല്ല, നമ്മൾ ഇനി കുളിക്കൽ വൃത്തിയുള്ള കാര്യങ്ങളാണ് നമുക്ക് പിന്നെ വീഡിയോയിൽ പറയാം. നമ്മളൊരാളെ കളിയാക്കും. നിനക്ക് പുതിയ ബാഗില്ല, പഴയ ബാഗാണ്, പുതിയ ബോക്സ് ഇല്ല, പഴയ ബോക്സാണ്, അങ്ങനെ പറഞ്ഞ കളിയാക്കില്ല. നമ്മളെ ഉമ്മമാരുടെ അടുത്ത് നിന്ന് പൈസ ഇല്ലാത്ത കാരണം അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതിയല്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആദ്യം ഞാൻ അവിടെ നിന്നിട്ട് ഖുർആൻ ഓതിയത് അതൊന്ന് ഓർമ്മിച്ചോക്കെ. ഇത് കണ്ടിട്ട് നിങ്ങളത് മറന്നോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഖുർആനൊന്ന് ഓതി പരിശീലിക്കണം. അതേമാതിരി ആയിട്ടുള്ള ഓതുകയാണെങ്കിൽ എനിക്ക് നല്ല സമാധാനമായി. ഞാൻ പഠിച്ചു വെച്ചു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഹെസ വ്ളോഗ് എന്നാണ്. ഹെസ വ്ളോഗ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം പ്ലീസ്. ഞാൻ പറയുന്നത് എനിക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. കമൻറ്റ് പറഞ്ഞ കാര്യം, കമൻറ്റ് ഓഫായ കാരണമാണ് കേട്ടോ എനിക്ക് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഇട്ടോളെ. പക്ഷെ കമൻറ്റ് ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷെ അത് ഓഫാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോക്ക് ഞാൻ ഇനി വേണ്ടേ. ബൈ ബൈ, സീ യു.